വലുത്? ഇത്രയും വലുത്? നോ, ഇത്രയും വലുത്. അതെ, അസ്ന ഫർണിച്ചറിന്റെ 50,000 സ്ക്വയർ ഫീറ്റിൽ വരുന്ന പാലക്കാടിലെ ഏറ്റവും വലിയ ഫർണിച്ചർ മാൾ നമ്മുടെ ഒറ്റപ്പാലത്ത് ഒരുങ്ങുകയാണ്. ഉദ്ഘാടനം ഈ വരുന്ന ഓഗസ്റ്റ് 17 ഞായറാഴ്ച രാവിലെ 10 മണിക്ക്. ഈ ഒരു മെഗാ ഇവന്റിലേക്ക് ഞാനും വരുന്നുണ്ട്. നിങ്ങൾ ഏവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അപ്പോ ഒറ്റപ്പാലത്ത് കാണാം. അസ്ന ഫർണിച്ചർ, നിയർ ഒറ്റപ്പാലം മുനിസിപ്പാലിറ്റി, ഒറ്റപ്പാലം. ഒറ്റപ്പാലം നഗരസഭാ കൗൺസിൽ യോഗത്തിൽ കസേരകളി. കുടിവെള്ള പ്രശ്നം ചർച്ചയാകാതെ യോഗം പിരിഞ്ഞു. ഒറ്റപ്പാലം നഗരസഭാ യോഗത്തിൽ കസേരകളി. കുടിവെള്ള പ്രശ്നം ചർച്ചയാകാതെ യോഗം പിരിഞ്ഞു. ഒറ്റപ്പാലം നഗരസഭയിൽ ഇന്ന് ചേർന്ന കൗൺസിൽ യോഗം അജണ്ട ചർച്ചയ്ക്ക് എടുക്കുന്നതിന് മുൻപ് തന്നെ പ്രതിപക്ഷ ബഹളത്തിൽ പിരിഞ്ഞു. കുടിവെള്ള പ്രശ്നം അജണ്ടയായി ഉൾപ്പെടുത്തി വിളിച്ചു ചേർത്ത യോഗമാണ് അജണ്ട വായിക്കുന്നതിന് മുൻപ് തന്നെ പിരിഞ്ഞത്. കൗൺസിലർമാർക്ക് നിശ്ചയിച്ചിട്ടുള്ള സീറ്റുകളിൽ ഇരിക്കാതെ UDF-ലെ ഒട്ടുമിക്ക കൗൺസിലർമാരും മറ്റു സീറ്റുകളിൽ ഇരുന്ന സംഭവമാണ് വാക്കുതർക്കങ്ങൾക്ക് തുടക്കമായത്. ഇതോടെ ഭരണ പ്രതിപക്ഷാംഗങ്ങൾ തമ്മിൽ പരസ്പര ആരോപണങ്ങളും പ്രതിഷേധങ്ങളും ഉയർന്നു. സഭാ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത സാഹചര്യത്തിൽ കുടിവെള്ള പ്രശ്നം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യാതെയായിരുന്നു യോഗം പിരിഞ്ഞത്. അതിന്റെ അടിസ്ഥാനത്തിൽ വാട്ടർ അതോറിറ്റിയുടെ അസിസ്റ്റന്റ് എഞ്ചിനീയർ, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഉൾപ്പെടെയുള്ള വാട്ടർ അതോറിറ്റി ജീവനക്കാരും ഒറ്റപ്പാലം നഗരസഭയിലെ കൗൺസിലർമാരും യോഗത്തിൽ ഹാജരായി. സാധാരണ നിലയിൽ നിന്നും വ്യത്യസ്തമായി ഒറ്റപ്പാലം നഗരസഭാ പ്രദേശത്തെ കുടിവെള്ള പ്രശ്നം ശാശ്വതമായി പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങളും പദ്ധതികളും തയ്യാറാക്കി നഗരസഭാ കൗൺസിൽ ചർച്ച ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ ഒറ്റപ്പാലം നഗരസഭാ പ്രദേശത്തെ ജനങ്ങൾ ദുരിതത്തിലാകണം എന്ന തികച്ചും ജനാധിപത്യ വിരുദ്ധവും വളരെ മോശപ്പെട്ടതുമായിട്ടുള്ള ഒരു സമീപനമാണ് കോൺഗ്രസ് ലീഗ് കൗൺസിലർമാർ ഇന്ന് സ്വീകരിച്ചത്.